ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇത് പുതിയ വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തിരുന്ന വീഡിയോ ആണ്. നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളൊരു വർക്ക് ഏരിയ എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഉള്ള ഭാഗം മുഴുവൻ നമ്മൾ തറ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി ഏകദേശം ഒരു ഹാഫ് ഭാഗം മാത്രമേ നമ്മൾ ബ്രിക്ക് വെച്ചിട്ട് കെട്ടുന്നുള്ളൂ. കുറച്ച് ഭാഗം നമ്മൾ ഓൾറെഡി നേരത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി ബാലൻസ് ഉള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ വിറകടുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത്, അതായത് വർക്ക് ഏരിയയുടെ പുറത്താണ് നമ്മൾ വിറകടുപ്പ് സെറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ വിറകടുപ്പ് കത്തിക്കുന്നില്ല. അപ്പോൾ വർക്ക് ഏരിയയുടെ അകത്ത് നമ്മൾ അതിനുള്ള സ്പേസ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആണ് ഞാൻ പുറത്ത് മാത്രമായിട്ട് വിറകടുപ്പ് കത്തിക്കാനായിട്ട് പുറത്ത് ഒരു വിറകടുപ്പിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് നമുക്കുണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൂടി അവർ കെട്ടിയിരുന്ന ആ ഒരു ചുറ്റും കെട്ടിയിട്ടുള്ളതിന് ഉള്ളിലേക്ക് ഉണ്ടായിരുന്ന ആ പേപ്പര പണിതപ്പൊക്കെ ഉണ്ടായിരുന്ന വേസ്റ്റും കല്ല് പൊട്ടിയതും ഒക്കെ കൂടി കൂട്ടിയിട്ട് ആ ചേട്ടൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെ അത് സ്മൂത്തൺ ചെയ്ത് ലെവലാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വിറകടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് ഒരു സെറ്റ് ഇരുമ്പിൻ്റെ അടപ്പാണ് വാങ്ങിയത്. അത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. ഇതിനധികം പൈസയൊന്നുമില്ല, ഏകദേശം ഒരു 600 റുപ്പീസ് അങ്ങനെ എറൗണ്ട് വരുള്ളൂ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ ആ ചേട്ടൻ അത് വെച്ചിട്ടാണ് പണി തരുന്നത്. ആ ചേട്ടൻ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ടി വന്നില്ല. പുള്ളിയുടെ ഐഡിയ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു. ആ ഒരു ചെറിയ സ്ലോപ്പ് പോലെ കൊടുത്തു അടപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വിറകൊക്കെ വെക്കാവുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് പണികളിലേക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തേച്ചും എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് ചെയ്ത് തന്നിട്ടുണ്ട് ആ ചേട്ടൻ. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഇതൊക്കെ യൂസ് ചെയ്തിപ്പോൾ ഏകദേശം കുറച്ച് നാളുകളായിട്ടോ ഈ വർക്ക് ഏരിയ പണിതിട്ടും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഷീറ്റ് വർക്കാണ് ചെയ്തിരുന്നത്. ആ ഷീറ്റ് വർക്ക് നമ്മൾ ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വർക്ക് ഏരിയയുടെ അകത്ത് നമ്മൾ ഫെറോ സിമെൻറ്റ് സ്ലാബ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫെറോ സിമെൻറ്റ് സ്ലാബുകാർ വന്ന് കട്ട് ചെയ്തിട്ടാണ് കാണുന്നത് ആ സ്ലാബുകൾ അതിനകത്തേക്ക് ജോയിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അധികം പണികളൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴുള്ള ഫോട്ടോയാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. കാരണം സ്ലാബ് വാർത്തപ്പോഴൊക്കെ നല്ല പൊടിയായിരുന്നു. അപ്പോൾ വാതിലും ജനലുകളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയുടെ ഫെറോ സിമെൻറ്റ് സ്ലാബ് വെച്ചിട്ടുള്ള കബോർഡ്സുകളാണ് ഈ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഗ്രാനൈറ്റ് വെക്കുകയാണ് ചെയ്തത്.